ടൈറ്റിൽ ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദ മൂവി. പല ആൾക്കാരും അത് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ടൈറ്റിൽ. വി ഹാവ് എ സ്റ്റാൻഡേർഡ് റിലീസിംഗ് സ്ട്രക്ചർ ഓഫ് 35 കൺട്രീസ്. 35 രാജ്യത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പടം, മലയാളം പടം റിലീസ് ആവുന്നുണ്ട്. യു ഡോണ്ട് വാണ്ട് ടു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് യുവർ മൂവി. ഈ ടൈറ്റിൽ കാരണം വീണ പടങ്ങളുണ്ട്. ആ ടൈറ്റിൽ തന്നെ ആ പടത്തിനെ ചെറുതാക്കി കളയുവാണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ പടം ഓടുക എന്നുള്ളതാണ്. പോസ്റ്റർ വായിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ടൈറ്റിൽ ഉണ്ടാക്കിയതുകൊണ്ട് ആ പടം 10 പേര് കയറാതിരിക്കുകയുള്ളൂ. രണ്ട് ഭാഷയിലും ഈ ടൈറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നിങ്ങൾ ഈ പ്രൊഡക്ഷനും കോ പ്രൊഡക്ഷനും വേണ്ടി ചാടി പുറപ്പെടുമ്പം എന്തെങ്കിലും പണി പറ്റിപ്പോയിട്ട് പിന്നെ തിരിച്ച് നിങ്ങൾ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ചെന്നിട്ട് പറയും മലയാളം ഇൻഡസ്ട്രിയിലുള്ളവന്മാർ എന്നെ പറ്റിച്ചു എന്ന് പറയും. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ എപ്പിസോഡ്. സോ ടുഡേ നമ്മളിപ്പം ഈ എപ്പിസോഡിൽ ജസ്റ്റ് റീക്യാപ്പ് ചെയ്ത് പറയുവാണ്. വി സ്പോക്ക് അബൌട്ട് ദ സ്റ്റോറി. നിങ്ങളത് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണുക. സ്റ്റോറി നമ്മളൊരു നെയിമിംഗ് ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. അത് 1A 1B 1C. ദാറ്റ് മീൻസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ വൺ സീരീസ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റോറി സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 1A 1B 1C എന്നാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. So anyway, story, script, direction, production control, as well as the registration, company registration, bank account, registration, Kerala Film Chamber registration, as well as the producer association. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. Now title registration. നിങ്ങൾ ഒരു ടൈറ്റിൽ എന്തായാലും ആ പടത്തിനുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ടൈറ്റിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ടൈറ്റിൽ ചെയ്തു. ഈ ടൈറ്റിൽ ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദ മൂവി. പല ആൾക്കാരും അത് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ടൈറ്റിൽ. അതായത് വളരെ മോശപ്പെട്ട ടൈറ്റിലുകളിടും. ഒന്ന് ഇല്ലെജിബിളായ ടൈറ്റിൽ, രണ്ട് മോശപ്പെട്ട ടൈറ്റിൽ. അതായത് ഇല്ലെജിബിളായ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയിൽ പാസ് ചെയ്യുമ്പം നിങ്ങളൊരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിനകത്ത് നിങ്ങൾ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 7 സെക്കൻഡ്സ് ഒരു 10 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടൈം കിട്ടും ആ പോസ്റ്റർ കാണാൻ വേണ്ടി, ആ പോസ്റ്റർ വായിക്കാൻ വേണ്ടി. ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ടൈറ്റിൽ മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് വലിയ ടൈറ്റിലാണ്. കോംപ്ലക്സ് ടൈറ്റിൽസ് എന്ന് പറയും. ഈ കോംപ്ലക്സ് ടൈറ്റിൽസ് ഇടുന്ന എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ബുക്ക് മൈ ഷോയിലോ ഇവിടെയൊക്കെ ഈ ടൈറ്റിൽ ഇടുമ്പോൾ ആൾക്കാർക്ക് വായിക്കണ്ടേ. ഈ പടം നമ്മൾ എസ്പെഷ്യലി നമ്മുടെ പടം ഇപ്പം വേൾഡ് വൈഡാണ്. മലയാളികൾ വി ഹാവ് എ സ്റ്റാൻഡേർഡ് റിലീസിംഗ് സ്ട്രക്ചർ ഓഫ് 35 കൺട്രീസ്. 35 രാജ്യത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പടം, മലയാളം പടം റിലീസ് ആവുന്നുണ്ട്. വി വർ അറ്റ് ദി fourth stage. Now we are at the 5th position. I'm not saying stage, 5th position. അത് കന്നഡ ഇൻഡസ്ട്രി നമ്മുടെ തൊട്ട് മുമ്പിൽ കയറി. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയാം. ബട്ട് ടൈറ്റിലിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഫൈൻഡ് എ ടൈറ്റിൽ വിച്ച് ഈസ് കാച്ചി, ഈസി ടു റിമെമ്പർ, ക്രിയേറ്റ്സ് ഇംപ്രഷൻ, ഫാസ്റ്റർ റീഡിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടൈറ്റിൽ നിങ്ങൾ കൊണ്ടുവരണം. ഷോർട്ട് കട്ട്സ് കൊണ്ടുവരാതിരിക്കുക. അതായത് വളരെ മോശപ്പെട്ട ടൈറ്റിൽ വാഴ, ചേന, കപ്പ, തറ എന്നൊക്കെ ചേർത്തിട്ടുള്ള, ഞാനതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷെ അങ്ങനെയുള്ള ടൈറ്റിൽസുകൾ നിങ്ങൾ ഇടാതിരിക്കുക. ബിക്കോസ് വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ? യു ഡോണ്ട് വാണ്ട് ടു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് യുവർ മൂവി. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പേരിടുമോ? വാഴ, ചേന, ചക്ക എന്നൊക്കെ പേരിടുമോ? ഇടത്തില്ലല്ലോ. So why do you have to put that a movie? Because movie is a business. Remember, നിങ്ങൾ ഒരു പടം പിടിക്കാൻ ഇറങ്ങുമ്പം എൻ്റെ പൈസ ഞാൻ കളയുന്നു എന്ന് ചില പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ. ബിക്കോസ് നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ക്രൂവിനും ആർട്ടിസ്റ്റിനും ആ പടം ഓടിയാൽ മാത്രമാണ് അടുത്ത പടം കിട്ടുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് പടം, അതായത് വിജയ സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും ഒരു ടെക്നിക്കൽ ക്രൂവിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഹിസ് കരിയർ. അപ്പോൾ നിങ്ങൾ ഒരു പടം എടുക്കാൻ ഇറങ്ങുന്നു, നിങ്ങൾ വിളിച്ചു, അവർ സന്തോഷത്തോടെ വന്നു, നിങ്ങളോട് സഹകരിക്കുന്നു. നിങ്ങളൊരു 100 പേർക്ക് ഒരു ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് സെറ്റിൽ 100 പേര് കാണും, വിസിറ്റേഴ്സ് കാണും. യു ആർ മെയിൻറ്റെയിനിങ് ദാറ്റ് ഫാമിലി ഫോർ 30 days or 35 days or whatever it is. അപ്പം അങ്ങനെ വരുമ്പം ഈ ടൈറ്റിൽ കാരണം വീണ പടങ്ങളുണ്ട്. ടൈറ്റിൽ മനസ്സിലാക്കാതെ ആൾക്കാരുണ്ട്.
വളരെ ലോങ് ആയിട്ടുള്ള ടൈറ്റിൽ, അതായത് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. സിനിമ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എനിക്ക് പോലും പലതവണ ഈ ടൈറ്റിൽ വായിച്ചിട്ട് അത് മനസ്സിലാവാതെ പോയിട്ടുണ്ട്. ഇന്നാളൊരു പ്രൊഡക്ഷൻ ഹൗസ് എടുത്തൊരു ടൈറ്റിലുണ്ട്, 2 വർഷം മുമ്പ് ഇറങ്ങിയൊരു പടമാണ്. ടൈറ്റിലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ മറ്റേ കമ്പനിയുടെ CEO ഉണ്ട്. ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ ബിസിനസ്. ആസ് ദ ഗൈ, എന്താണ് ഈ ടൈറ്റിലിൻ്റെ അർത്ഥം? അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി അർത്ഥം പറഞ്ഞു, ഇതാണ് ടൈറ്റിൽ അർത്ഥം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊരു നോർമലി ടൈറ്റിൽ ഇട്ടാൽ പോരെ? അതായത് നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഇടേണ്ട കാര്യം എന്താണ്? ബിക്കോസ് ആ ടൈറ്റിൽ തന്നെ ആ പടത്തിനെ ചെറുതാക്കി കളയുവാണ് അങ്ങനെയുള്ള ടൈറ്റിൽസ്. ബിക്കോസ് നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം നമ്മുടെ പടം ഓടുക എന്നുള്ളതാണ്. അപ്പോൾ ഓടാനുള്ള ഘടകങ്ങളാണ് ടൈറ്റിൽസ്. നല്ല ടൈറ്റിൽസ് ഇടുക. നിങ്ങൾ ഓടുന്ന പടത്തിൻ്റെ ടൈറ്റിൽസ് നോക്കി, എന്ത് നല്ല ടൈറ്റിലാണ്. ഷോർട്ടർ ടൈറ്റിൽ, വൈഡ് റീച്ച് ടൈറ്റിൽ. അതായത് ചില ടൈറ്റിൽ, ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന പടം എന്ത് സിമ്പിളാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ലിയോ, ജവാൻ, ഈ ഇടയ്ക്ക് ഇറങ്ങിയ RDX, സിമ്പിൾ ടൈറ്റിൽ. യു ഡോണ്ട് ഹാവ് ടു കോംപ്ലിക്കേറ്റ് ലൈഫ്. നിങ്ങൾക്ക് പറയാനുള്ള കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി നിങ്ങൾ സ്റ്റോറിയിൽ പറ. ടൈറ്റിൽസിൽ അത് വേണ്ട. ബിക്കോസ് പോസ്റ്റർ വായിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം. പിന്നെ ഈ ടൈറ്റിൽ നിങ്ങൾ രണ്ട് മോഡൽ ടൈറ്റിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഇത് ടൈറ്റിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, 2 മോഡൽ ടൈറ്റിൽ. ദാറ്റ് മീൻസ് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ്, മീൻസ് ഗൈസ് ഹു ഡിസൈൻ ദ ടൈറ്റിൽ, അവരുടെ പിയർ കയ്യടി കിട്ടാൻ വേണ്ടി ടൈറ്റിൽസ് ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഉണ്ടാക്കും. ഭയങ്കര സ്റ്റൈലിഷാണ്, പക്ഷെ പെട്ടെന്ന് വായിച്ചാൽ മതി. അതായത് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഹൈ എൻഡ് ആൾക്കാർക്ക് മാത്രമേ ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റത്തുള്ളൂ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ്. അത് ഭയങ്കര സൂപ്പർ ടൈറ്റിലോടാ, ഇതുപോലൊരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷെങ്കിൽ ആ ടൈറ്റിൽ ഉണ്ടാക്കിയതുകൊണ്ട് ആ പടം 10 പേര് കയറാതിരിക്കുകയുള്ളൂ. കാരണം ടൈറ്റിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ആ പടത്തിൻ്റെ പേരെന്നുള്ളത്. ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഒരു ടൈറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്തു വളരെ സിമ്പിൾ എലമെൻ്റ് ആയിട്ട് ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. 1. 2, ദാറ്റ് ടൈറ്റിൽ ഷുഡ് ബി റിട്ടൺ ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. 2 ഭാഷയിലും ഈ ടൈറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഈസി ടു റീഡ് ചെയ്യാൻ പറ്റുക. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ടൗൺസ്, വില്ലേജസ് ആൻഡ് ഓൾ ദോസ് ഏരിയ. അതായത് പോസ്റ്റർ പതിപ്പിക്കാൻ ഭിത്തികൾ കുറഞ്ഞു വരുവാണ് ഇവിടെ മൊത്തത്തിൽ കേരളത്തിൽ. ബിക്കോസ് വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പണ്ടൊക്കെ നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഭിത്തിയിൽ കൊണ്ട് പോസ്റ്റർ പതിപ്പിക്കും. ഇപ്പം എറണാകുളത്ത് തന്നെ പോസ്റ്റർ പതിപ്പിക്കാൻ സ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 25 പോസ്റ്റർ നമ്മൾ പതിപ്പിച്ചുകൊണ്ടിരുന്ന ഭിത്തികളിലൊക്കെ ഇപ്പം 10 പോസ്റ്റർ പതിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ പോസ്റ്റർ പതിപ്പിക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് തന്നെ പറഞ്ഞാൽ, 2 എപ്പിസോഡ് പറഞ്ഞാലേ അതിനെക്കുറിച്ച് തീരത്തുള്ളൂ. അതിൻ്റെ മാനദണ്ഡങ്ങൾ. ഡിസ്ട്രിബ്യൂഷൻകാരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. എൻ്റെ പോസ്റ്റർ അവിടെ കാണുന്നില്ല, അതിനൊരു മാനദണ്ഡമുണ്ട്. നിങ്ങളുടെ പടത്തിൻ്റെ ഷോ അനുസരിച്ചുള്ള മാനദണ്ഡം. അതിന് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. സോ കമ്മിങ് ബാക്ക് ടു ടൈറ്റിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആക്കുക. ടൈറ്റിൽ നിങ്ങൾ സിമ്പിൾ ടൈറ്റിൽസ് എവരിബഡി, അതായത് ബുക്ക് മൈ ഷോ അടക്കം ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും നമ്മുടെ പടം ലിസ്റ്റ് ചെയ്യുമ്പം, അതായത് അവരുടെ ആപ്പിൽ ലിസ്റ്റ് ചെയ്യുമ്പം ഈ ടൈറ്റിൽ ഒതുങ്ങി നിൽക്കണം. ഈസി വായിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ജനറേഷൻ മൈഗ്രേഷൻ, അതായത് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ ഫസ്റ്റ് മൈഗ്രേഷൻ ഉള്ള ആൾക്കാർ, സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ പിള്ളേർക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല പല ആൾക്കാർക്കും, പക്ഷേ സംസാരിക്കാൻ അറിയാം. സോ അങ്ങനെ സംസാരിക്കാൻ അവരുടെ കൾച്ചർ, അതായത് മലയാളി കൾച്ചറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ്റെ ഓണപരിപാടി, ഇതൊരു അറ്റാച്ച്മെൻറ്റാണ്. പിന്നെ സിനിമ ഒരു മേജർ ഘടകം. അതായത് അവരുടെ പേരൻസ് മക്കളെ കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ കാണിക്കും. ബിക്കോസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ. ഈ മക്കളായിരിക്കും ചിലപ്പോൾ അത് ബുക്ക് ചെയ്യാൻ പറയുന്നത് ആപ്പിൽ കയറി. അപ്പം ഈ മക്കൾക്കത് മനസ്സിലാവണ്ടേ, ഇതാണ് ടൈറ്റിൽ. എനിക്കറിയാവുന്ന ഒരു പടം കേരളത്തിൽ റിലീസ് ചെയ്തു. ഒരു നടൻ്റെ, ഫേമസ് നടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ പടത്തിൻ്റെ പേര് ഇറ്റ് വാസ് സോ ലോങ്, ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് ദുബായിൽ റിലീസ് ചെയ്തപ്പം ആ പേര് അവർ യൂസ് ചെയ്തില്ല. ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ആ പടം ദുബായിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിശയിച്ചു, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന്. ബട്ട് ഇറ്റ്സ് വെരി ഈസി. അവിടുത്തെ നോവോ സിനിമാസിൻ്റെയും ഗ്രാൻഡ് സിനിമ, അന്നത്തെ സമയം ഗ്രാൻഡുള്ള സമയമാണ്, നോവോയിലും വോക്സിലും അങ്ങനെ ഈ പടങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് വാസ് ഷോർട്ടൺ ഫോർ ദി പബ്ലിക് ടു അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങൾ ടൈറ്റിൽ സ്റ്റേജിൽ തന്നെ ആലോചിച്ചിട്ട് ടൈറ്റിൽ ചെയ്യുക. മലയാളത്തിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെ പ്ലേസ് ചെയ്തിട്ടില്ല ടൈറ്റിലിനെ കുറിച്ചുള്ള. പക്ഷെങ്കിൽ ക്യാച്ചി ടൈറ്റിൽ ഇടുക. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ പടം ഓടണം.
തീരെ കുഞ്ഞ്. പിന്നെ ചില ടൈറ്റിൽ നമ്മൾ കേൾക്കുമ്പം ഈ പടം കുഞ്ഞു പടമാണെന്ന് തോന്നും. അങ്ങനെയുള്ള ചില, അതായത് ഇടയ്ക്ക് ഞാനൊരു ടൈറ്റിൽ കേട്ടു, കുള്ളന്മാർ എന്ന് പറയുന്ന ടൈറ്റിൽ എന്ത് ഒരു ഷോർട്ട് ഫിലിമിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇടാനുള്ള ടൈറ്റിലാണ്. അതായത് കുഞ്ഞു ടൈറ്റിൽസ് ഇടും. അത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വെച്ചാൽ ഇത് മ്യൂസിക് വീഡിയോ ആണോ അല്ല ഷോർട്ട് ഫിലിം ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ടൈറ്റിൽ മാറ്റുക. 2-3 കോടി രൂപയ്ക്ക് മറ്റേ ഫസ്റ്റ് കോപ്പിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പടമാണ്. ആ ടൈറ്റിൽ കണ്ട ആൾക്കാർ കയറത്തില്ല. അപ്പോൾ അത് കാരണം ഇറ്റ്സ് യു ആർ ഇറ്റ് സെൽഫ് ടെല്ലിങ് ദ പബ്ലിക് ദാറ്റ് ഇത് ചെറിയ മൂവിയാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുവാണ്. So try to make sure that the title you register is valid, it's relevant. ഒന്ന്, ടൈറ്റിൽ നിങ്ങൾക്ക് ഓൺ ദ വേയിൽ, അതായത് പടം നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ വേയിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഈ ടൈറ്റിൽ പോരാ, ഈ ടൈറ്റിലല്ല നമുക്ക് വേണ്ടെന്ന് എന്ന് തോന്നിയാൽ നിങ്ങൾ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക. അതിന് അസോസിയേഷനിൽ പോയിട്ട്, ചേംബറിൽ, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റിൽ, അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കും. എന്നിട്ട് ആ ടൈറ്റിൽ തന്നെ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ പടം റിലീസിൻ്റെ സമയത്ത് ചേംബറിൽ നിന്ന് ഒരു പേപ്പർ തരും, ഒരു ലെറ്റർ തരും. ആ ലെറ്ററിനകത്ത് എന്ത് ടൈറ്റിലാണോ വെച്ചേക്കുന്നത് ആ ടൈറ്റിലാണ് നിങ്ങൾ സെൻസർ ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ബിഫോർ ദാറ്റ് ടൈം യു ഹാവ് എ ഡിസിഷൻ ടേക്കൺ. അതായത് എനിക്ക് ഇന്ന ടൈറ്റിലാണ് വേണ്ടത്. ഞങ്ങളുടെ മൂവിയുടെ ടൈറ്റിലൊക്കെ മാക്സിമം വി ഫോളോ ആൻ ഇംഗ്ലീഷ് മലയാളം മിക്സ്. കെയർ ഓഫ് സൈറ ബാനു, സൺഡേ ഹോളിഡേ, ഈസി ടു റിമെമ്പർ, ബി.ടെക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പം വരാൻ പോകുന്ന പടം 1 പ്രിൻസസ് സ്ട്രീറ്റ്, അതൊരു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പം റിലീസ് സ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സോ വി ആർ എക്സൈറ്റഡ് അബൌട്ട് ദ മൂവി. അമേസിംഗ് മൂവിയാണ്, അമേസിംഗ് കണ്ടന്റ് ആണ്. സോ ദീസ് ആർ ദ തിങ്സ് വട്ട് വി ആർ കമ്മിങ് വിത്ത്. എനിവേ, അപ്പോൾ ടൈറ്റിൽ ഇടുമ്പം മേക്ക് ഷുവർ യു ടേക്ക് എക്സ്ട്രാ കെയർ അബൌട്ട് ഇറ്റ്, യു റിസർച്ച് അബൌട്ട് ഇറ്റ്, ഫൈൻഡ് ഔട്ട് ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ. ഈ ടൈറ്റിൽ നിങ്ങൾക്ക് പഴയ ടൈറ്റിൽ റീയൂസ് ചെയ്യാം. 20 years അബവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈറ്റിൽ റീയൂസ് ചെയ്യാം. അതിന് ഇറ്റ്സ് ആക്ച്വലി ഓപ്പൺ, ദ IP ഈസ് ഓപ്പൺ. ബട്ട് അസോസിയേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഓൾറെഡി വന്ന ടൈറ്റിലല്ല, 20 വർഷം. ആ പ്രൊഡ്യൂസറിൻ്റെ നിന്ന് ഒരു കൺസെൻറ്റ് എടുത്തോളാൻ പറയും. പ്രൊഡ്യൂസേഴ്സ് നോർമലി ഞാൻ ഇതുവരെ പടം ചെയ്തിട്ട് ഒരാൾക്ക് വേണ്ടി ഞാനൊരു പ്രൊഡ്യൂസർ, അത് 20 വർഷം മുമ്പ് പടം എടുത്ത പ്രൊഡ്യൂസറുണ്ട്. ഹി ഈസ് നോട്ട് ഇൻ മൂവി ഇൻഡസ്ട്രി എനിമോർ. സോ പുള്ളിക്കാരനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. പുള്ളി കാശൊന്നും മേടിച്ചില്ല. മീൻസ് അതായത് പുള്ളി പറഞ്ഞു, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ദ മണി, ഐ വിൽ ഗിവ് യു കൺസെന്റ് ലെറ്റർ, എനിക്കൊരു മെയിൽ ഇട്ടു, ഞാൻ എന്നെ തിരിച്ച് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. സോ ഹി വാസ് വെരി സിമ്പിൾ ഗൈ. അപ്പോൾ എല്ലാവരും പൈസയൊന്നും പഴയ ടൈറ്റിൽ മേടിക്കണമെന്നില്ല. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പേരിടുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു പടത്തിന് പേരിടണം, ഉണ്ണി മുകുന്ദൻ ഇസ് ആൻ ആർട്ടിസ്റ്റ്. ഇപ്പം മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഇട്ടു, ബട്ട് ദാറ്റ് ഈസ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. ബട്ട് ഇഫ് യു ഡയറക്ട്ലി ടാർഗറ്റിംഗ് എ പർട്ടിക്കുലർ മൂവി, എ നെയിം, ഡെഫിനറ്റ്ലി ഒരു കൺസെൻറ്റ് മേടിക്കാൻ പറയും. ചേംബറിൽ എന്ന് പറയാൻ ആർട്ടിസ്റ്റിൻ്റെ ഒരു കൺസെൻറ്റ്. ഇറ്റ് ക്യാൻ ബി എ ഇമെയിൽ, ഇറ്റ് ക്യാൻ ബി റിട്ടേൺ കൺസെൻറ്റ്, ജസ്റ്റ് ഒരു കൺസെൻറ്റ്, ഐ ഡോണ്ട് മൈൻഡ് യു യൂസിങ് മൈ മൂവി. ഹോളിവുഡ് പോലെയല്ല മലയാളം. ആർട്ടിസ്റ്റ് ഒന്നും അവരുടെ പേരുകൾ IP ചെയ്തിട്ടില്ല. ഹോളിവുഡിൽ നിങ്ങൾക്കറിയാമല്ലോ, ബിയോൺസയുടെ കുഞ്ഞിനെ അടക്കം IP ചെയ്തേക്കുക. ദാറ്റ് ബ്ലൂ ഐവി കാർട്ടൺ, ദാറ്റ് നെയിം കനോട്ട് ബി യൂസ്ഡ് ബിക്കോസ് ഇറ്റ്സ് ആൻ IP റൈറ്റ്സ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസിൻ്റെ വയലേഷൻ വരും. മലയാളത്തിൽ ആ പരിപാടിയൊന്നുമില്ല. ആർട്ടിസ്റ്റിന് സമ്മതമാണെങ്കിൽ നമുക്ക് അവരുടെ പേര് നിങ്ങളുടെ മൂവിക്ക് യൂസ് ചെയ്യാം. I'm not saying it's a norm, but I'm saying that the possibilities of a title. So ഇതാണ് ടൈറ്റിലിനെ കുറിച്ച്. നെക്സ്റ്റ് എപ്പിസോഡ് ഐ എം ഗോയിങ് ടു ടോക്ക് സംതിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി ചാർട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. So listen to my next episode and watch my previous episode as well. Thank you very much for subscribing to my channel. Definitely നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഞാൻ മറക്കുന്നില്ല. മോർ കണ്ടൻസ് എന്നാൽ കഴിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു. ദിസ് ഓൾ കംസ് ഔട്ട് ഫ്രം എക്സ്പീരിയൻസ്, 8 years of experience. 8 years of experience for somebody who is watching very closely the industry. എല്ലാവരും പടം പിടിക്കുന്നുണ്ട്, ബട്ട് ഐ വാച്ച് വെരി ക്ലോസ്ലി ദി ഇൻഡസ്ട്രി ട്രെൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക്സ് ഔട്ട്. ആ എക്സ്പീരിയൻസിലാണ് നിങ്ങൾക്ക് തരുന്നത്. ആ എക്സ്പീരിയൻസ് നിങ്ങളിത് എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ട്, നിങ്ങൾ ഈ പ്രൊഡക്ഷനും കോ പ്രൊഡക്ഷനും വേണ്ടി ചാടി പുറപ്പെടുമ്പോൾ എന്തെങ്കിലും പണി പറ്റിപ്പോയിട്ട് പിന്നെ തിരിച്ച് നിങ്ങൾ ഗൾഫിലും അമേരിക്കയിലൊക്കെ ചെന്നിട്ട് പറയും മലയാളം ഇൻഡസ്ട്രിയിലുള്ളവന്മാർ എന്നെ പറ്റിച്ചു എന്ന് പറയും. പറ്റിക്കപ്പെടാൻ നിങ്ങൾ നിൽക്കുന്നു കൊടുക്കുന്നുണ്ടാണ്. സോ അത് നിന്ന് കൊടുക്കാതിരിക്കാൻ ഇഫ് ദേ അണ്ടർസ്റ്റാൻഡ് ഓവർ പറ്റിക്കാൻ നിങ്ങൾ പറ്റിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ഉണ്ട്, നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ nobody will touch you. So anyway,
താങ്ക് യു വെരി മച്ച് ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. അന്നേരം ഞാൻ ചാർട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഹൗ ടു ചാർട്ട് ദ മൂവി, വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ചാർട്ടിങ്. താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിങ് മീ.